ഇനി ഏതാനും നാളുകൾ മാത്രം. എല്ലാ സ്ഥാനാർത്ഥികളും തിരക്കിട്ട പ്രചാരണ പ്രവർത്തനങ്ങളാണ്. മണ്ണാർക്കാട് UDF സ്ഥാനാർത്ഥി N. ഷംസുദ്ദീൻ MLA ഇന്ന് കോട്ടപ്പാടം പഞ്ചായത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ഇനി ഏതാനും നാളുകൾ മാത്രമേ തെരഞ്ഞെടുപ്പിനുള്ളൂ. ഏതുവരെയായി പ്രചാരണ പ്രവർത്തനങ്ങൾ? ഞങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് തലത്തിലുള്ള പര്യടന പരിപാടികളാണ്. അതിൽ കോട്ടപ്പാടം പഞ്ചായത്തിലാണ് ഇന്നത്തെ പര്യടന പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിജയപ്രതീക്ഷകളും എത്രത്തോളമാണ്? ഈ നിയോജക മണ്ഡലത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ UDFൻ്റെ ഭാഗത്ത് വളരെ വർദ്ധിച്ച തോതിലുള്ള ആവേശമാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ നിന്നുള്ള പ്രതികരണവും പിന്തുണയും അതും വളരെ നല്ല നിലയിലാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല റിസൾട്ട് UDFന് ഈ തവണ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ 15 വർഷം കടന്നുപോയി. ഇനി മണ്ണാർക്കാട് തുടരണോ എന്നുള്ള ഒരു ക്യാമ്പയിനാണ് അവർ ഇടതുപക്ഷം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ ആയിട്ട് അവർ ഉന്നയിക്കുന്നത്. അത് എന്താണ് ഷംസുദ്ദീൻ സാറിന് പറയാനുള്ളത്? അത് അവരുടെ ഒരു രാഷ്ട്രീയ നിലപാടാണ്. പക്ഷേ അത് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം 15 വർഷക്കാലങ്ങൾ സഫലമായ 15 കൊല്ലമാണ്. ഈ 15 വർഷക്കാലത്തിനിടയിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ 5 കൊല്ലം കഴിഞ്ഞു, തെരഞ്ഞെടുപ്പുണ്ടായി. ഇടതുപക്ഷ തരംഗമുണ്ടായ ആ 2016 തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് വീണ്ടും എന്നെ ഈ മണ്ഡലം തെരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഇടതുപക്ഷ തരംഗമാണ്. സാധാരണ നമ്മുടെ മണ്ഡലത്തിൻ്റെ ഒരു പഴയ ചരിത്രം എന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരുമ്പോൾ UDFൻ്റെ MLA ഉണ്ടാവും, LDF അധികാരത്തിൽ വരുമ്പോൾ LDFൻ്റെ പ്രതിനിധി ജയിക്കാറുള്ള മണ്ഡലമാണ്. മാറി മാറി ജയിക്കാറുള്ള മണ്ഡലമാണ്. അപ്പോൾ 2011 മുതൽ 16 വരെയുള്ള ഞങ്ങളുടെ 5 കൊല്ലത്തെ പ്രവർത്തനത്തിന് വളരെ കൃത്യമായ അംഗീകാരം 2016 കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, കേരളം മുഴുവനും ഇടതുപക്ഷ തരംഗമുണ്ടായ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ മണ്ഡലം കണ്ട ഏറ്റവും ചരിത്ര ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് 21-ലാണ്. അന്നും ഞങ്ങൾ ചെയ്ത പ്രവൃത്തികളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതേ വർത്താനൊക്കെ അന്നുണ്ടായിരുന്നു. 10 കൊല്ലമായില്ലേ എന്നൊക്കെ അവർ ചോദിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഒരു അസഹിഷ്ണുതയാണ്. അവർക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സംഗതി ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ 21-ലെ തെരഞ്ഞെടുപ്പിലും 16-ൽ ഉണ്ടായതിനേക്കാൾ വലിയ ഇടത് തരംഗം കേരളത്തിലുണ്ടായി. അത് നിങ്ങൾ മാധ്യമങ്ങൾക്കോ ഞങ്ങൾക്കോ പോലും കാണാൻ പറ്റാത്തതായിരുന്നു. അതിന് കോവിഡ് അങ്ങനെയുള്ള കുറേ പശ്ചാത്തലങ്ങളുണ്ട്. ആ 21-ലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒന്നും കൂടി നില മെച്ചപ്പെടുത്തുകയാണ് സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായത്. 91-ൽ നിന്ന് 99-ലേക്ക് വന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ പ്രബലമായൊരു കക്ഷി അപ്പുറത്ത് പോയി. എന്നിട്ടും 2021-ലെ ഈ ഇടത് തരംഗത്തിലും മണ്ണാർക്കാട് എന്നെയും UDFനെയും തന്നെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞിപ്പോൾ 26-ലേക്ക് വരികയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ഇടത് തരംഗമോ ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു സാഹചര്യം ഇല്ല എന്ന് മാത്രമല്ല, ഏറെ പ്രതികൂലമായ സാഹചര്യമാണുള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 15 കൊല്ലവും ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, ഞങ്ങളുണ്ടാക്കിയ നേട്ടങ്ങൾ അത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. ഇവരിപ്പോൾ ആകെ ഒച്ച വെക്കുന്നത് എന്താണ്? നടന്നുകൊണ്ടിരിക്കുന്ന 2 പ്രവൃത്തിയിലെ കാലതാമസം, അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കോട്ടം MLAയുടെ സാന്നിധ്യത്തെക്കുറിച്ചോ അതുപോലെ വികസനങ്ങളുടെ പോരായ്മയെക്കുറിച്ചോ ഇവർക്ക് ആർക്കും ഉന്നയിക്കാനില്ല. ഉണ്ടാക്കി കൊണ്ടുവരുന്ന 2 സംഗതി. ഒന്ന്, അട്ടപ്പാടി റോഡ് കാലതാമസമുണ്ട്. അത് ഞങ്ങളുടെ ആരെയും കുഴപ്പമില്ല, കിഫ്ബിയുടെ കുഴപ്പമാണ്. കിഫ്ബിയുടെയും ഗവൺമെൻറ്റിൻ്റെയും കുഴപ്പമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതും മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ അവർ ചെയ്യേണ്ട പണി സമയത്തിന് ചെയ്യാത്തതിന് MLAയുടെ തലയിൽ വെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് തിരിച്ചറിയില്ലേ? MLAമാർക്ക് അതിൽ ചെയ്യാവുന്ന കുറേ ജോലികളുണ്ട്. ആ ജോലികൾ ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റത്തിൻ്റെ തകരാറ് കൊണ്ടാണ് ആ റോഡ് വൈകുന്നത്. റോഡ് ഇല്ലാതെ പോയിട്ടില്ല. റോഡിലെ 1ാം ഘട്ട പണി ഒരു കരാറുകാരൻ 1 കിലോമീറ്റർ കൂടി ചെയ്യാൻ ബാക്കിയുള്ളപ്പോൾ ഇട്ടേച്ച് പോയിരിക്കുകയാണ്. അയാളെ പിടിച്ചു കൊണ്ടുവരേണ്ട പണി ആരതാണ്?
സർക്കാരിൻ്റെ പണിയാണ്. അതെങ്ങനെ MLA അതിന് ഉത്തരവാദിയാകുക? അത് അയാളെ കൊണ്ട് പൂർത്തീകരിക്കാൻ കൊള്ളില്ലെങ്കിൽ അയാളെ ഒഴിവാക്കണം, വേണ്ടേ? അതാരാ ചെയ്യേണ്ടത്? ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യൽ MLAക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് പുതിയ വാദങ്ങൾ മണ്ണാർക്കാട് മാത്രം ഇടതുപക്ഷം ചില സ്നേഹിതന്മാർ കൊണ്ടുവരുന്നത് ജനം അങ്ങനെ അംഗീകരിക്കുന്നില്ല. നല്ല വിവരവും വിവേകവുമുള്ള നാട്ടുകാരാണ് നമ്മളെ നാട്ടുകാർ. അപ്പോൾ കരാറുകാരൻ്റെ വീഴ്ച അത്. പിന്നെ അത് 2-3 സ്റ്റേജുകളായിട്ടാണ് ചെയ്യുന്നത്. ടെൻഡർ ചെയ്തു 1 കൊല്ലം മുമ്പ് ടെൻഡർ ചെയ്ത് 2 കമ്പനി എടുത്ത് ഇപ്പോൾ നമ്മൾ സഞ്ചാരയോഗ്യമല്ലാത്തതുകൊണ്ട് നിർബന്ധമായി പേച്ച് വർക്ക് നടത്തണമെന്ന് പറഞ്ഞ് പേച്ച് വർക്ക് നടത്തി. പ്രധാന പ്രവർത്തികൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ റോഡ് ഇപ്പോൾ എന്താ പറയുക, കരാറെടുത്ത് പ്രവൃത്തി നടക്കാൻ പോവാണ്. അത് സാധാരണഗതിയിലുള്ളതിനേക്കാൾ കാലതാമസം ഉണ്ടായി. അത് ഗവൺമെൻറ് മിഷണറിയുടെ പോരായ്മയാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് കണ്ണംകുണ്ട് പാലമാണ്. കണ്ണംകുണ്ട് പാലം എന്ന നിർദ്ദേശം തന്നെ മുന്നോട്ട് വെക്കണേ ഞാനാണ്. 2011-16 അവിടെ ഒരു കോസ്വേ ഉണ്ട്. പാലമില്ലാതെ അപ്പുറം അത് പിന്നെ 2 കരയും മുട്ടാതെ നിൽക്കില്ല. അവിടെ ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാണ്. എന്താണ് അവിടെ ഒരു പാലം വേണമെന്ന ആശയം ഞാൻ മുന്നോട്ട് വെക്കാനുള്ള കാരണം, മഴക്കാലത്ത് വലിയ തോതിൽ മലവെള്ളം വരുമ്പോൾ അവിടെ ബ്ലോക്കാവും. അപ്പോൾ കണ്ണംകുണ്ട് പാലവും റോഡും എന്ന നിർദ്ദേശം 2011-16 സർക്കാരിന് മുമ്പിൽ ഞാനാണ് വെക്കുന്നത്. അന്ന് എന്തായിരുന്നു തടസ്സം? അന്ന് 4 ഭൂ ഉടമകൾ ഭൂമി വിട്ടുതരാനുള്ള പ്രയാസം ഉണ്ടായി. അങ്ങനെയാണ് ആ സമയം നഷ്ടമായത്. അതിന് ഇപ്പം നിലവിലുള്ള കോസ്വേൻ്റെ അവിടെ അല്ല പാലം വരിക, കുറച്ചും കൂടി തെറ്റിയിട്ടാണ് പാലം വരിക. അതെങ്ങനെ പാലം അപ്പുറത്ത് വരികയെന്ന് തീരുമാനിക്കുന്നത്, അതിന് പാറ പരിശോധിക്കും, റോക്ക് ടെസ്റ്റ് അത് നടത്തിയിട്ട് അപ്പുറത്താണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു 7-8 സെൻറ്റ് ഭൂമി അത് 4 ആളുകളിൽ നിന്നാണ് എടുക്കേണ്ടത്. ആ സമയത്ത് അവരത് തന്നില്ല. അപ്പോൾ ആ 11-16 ഗവൺമെൻറ്റിൻ്റെ കാലം കഴിഞ്ഞു. 16-17 ആയപ്പോഴേക്ക് കിഫ്ബി ആയി. ഞങ്ങൾ ഈ നിർദ്ദേശം കൊടുത്തു. കിഫ്ബി അത് ഏറ്റെടുത്തു. 8.5 കോടി രൂപക്ക് ആ പാലം ചെയ്യാമെന്ന് തീർച്ചപ്പെടുത്തി. ഇടതുപക്ഷം ഞങ്ങളെക്കാൾ വലിയ ബോർഡ് പുഴയ്ക്കകത്ത് വെച്ചു. പിണറായി വിജയൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, തോമസ് ഐസക്കിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായ G. സുധാകരൻ, അന്നത്തെ പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് ഫോട്ടോ ഉണ്ടായിരുന്നു. കണ്ണംകുണ്ട് പാലം യാഥാർത്ഥ്യമാക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് നിർദ്ദേശം കൊടുത്ത MLA ഒക്കെ പുറത്താണ്. ഇടതുപക്ഷ സർക്കാരിന് അഭിവാദ്യം ഇവരൊക്കെ ഫോട്ടോ ഉണ്ടായി. എവിടെ പോയി? ലോക്കൽ കമ്മിറ്റി, അലനല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ ബോർഡാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ കുട്ടികളത് എടുത്തിരുന്നുണ്ട്. അപ്പോൾ ഫണ്ട് വെക്കാഞ്ഞിട്ടല്ല, നടപടി ഉണ്ടാകാഞ്ഞിട്ടല്ല. പിന്നെന്താ സംഭവിച്ചത്? ഇതേ ഗവൺമെൻറ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു 10 കോടിയിൽ താഴെയുള്ളതൊക്കെ ഞങ്ങൾ കിഫ്ബിയിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ഇത് കിഫ്ബിയിൽ നിന്ന് പുറത്തു പോയി. പക്ഷേ അവിടെ ഗവൺമെൻറ് ഒന്ന് ചെയ്യണമായിരുന്നു. കിഫ്ബിയിൽ നിന്ന് ഒന്ന് പുറത്താക്കുമ്പോൾ അതിന് മറ്റൊരു സ്കീം കൊടുക്കണമായിരുന്നു, കൊടുത്തില്ല. ആ പീരീഡിൽ അതിന് ഫണ്ടും തന്നില്ല. പിന്നെ ഈ പീരീഡ്, ഇപ്പോൾ ലാസ്റ്റുള്ള പീരീഡ് വന്നു. അപ്പോൾ നമ്മൾ ഈ പാലവുമായി ഗവൺമെൻറ്റിനെ സമീപിച്ചു. ഗവൺമെൻറ് പറഞ്ഞു പിന്നെ മണ്ഡലത്തിനുള്ള ബഡ്ജറ്റ് വീതം തരികയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ 5 കോടി കൊടുത്തു, അപ്പോൾ തികയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ 5 കോടി കൊടുത്തു, തികയില്ല എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ പാലത്തിൻ്റെ എസ്റ്റിമേറ്റ് കോസ്റ്റ് കൂടി വരികയാണ്. മൂന്നാമത്തെ 5 കോടിയും കൊടുക്കേണ്ടി വന്നു, കൊടുത്തു. പക്ഷേ അതിൻ്റെ ഭരണാനുമതി കിട്ടിയപ്പോഴേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു 2 മാസം മുമ്പാണ് 14.5 കോടി രൂപക്ക് ഭരണാനുമതി ലഭിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞാൽ ഇനി ഇതിന് നടപടിക്രമങ്ങളുണ്ട്. ഒരു 4-5 മാസം കൂടി തന്നെ നടപടിക്രമങ്ങൾ എടുക്കും. ഏത് സർക്കാർ വന്നാലും എന്ത് രാഷ്ട്രീയ മാറ്റം നാട്ടിലുണ്ടായാലും ആ പാലം എവിടെയും പോവില്ല. കഴിഞ്ഞ കാല ബഡ്ജറ്റുകളിൽ 14.5 കോടി രൂപ അനുവദിച്ച് ഭരണാനുമതി ആയാൽ അത് നമുക്കൊരു ഉറപ്പാണ്. നാട്ടിൽ കോടതിയും പിന്നെ സംവിധാനമൊക്കെ ഉണ്ട്, അതൊരു ന്യായമാണ്, അത് എവിടെയും പോവില്ല. അപ്പോൾ അതുകൊണ്ട് തുടർച്ചയായി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കണമെങ്കിൽ 4-5 മാസത്തെ സമയം വേണം. അത് ഇടതുപക്ഷത്തിനും അറിയാം ഇങ്ങനെ ഉത്തരവായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ അധികാരത്തിലെത്തി 6 മാസം കൊണ്ട് തൂണ് പൊന്തുമെന്ന്. ആര് വന്നാലും 6 മാസം കൊണ്ട് തൂണ് പൊന്തും. അപ്പോൾ ഇത്രയൊക്കെ എത്തിച്ച് സിക്കാൻ എൻ്റെ തൂണ് ഞങ്ങൾ തന്നെ പൊക്കിക്കോളാം. അതിന് വേറെ ആൾക്കാരതിൽ ഇനി അതിന് ഇടതുപക്ഷം വേണ്ട, ഇടതുപക്ഷം വേണ്ട. കാരണം അതിൻ്റെ എല്ലാ നടപടിയും പൂർത്തിയായതാണ്, അതിൻ്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാര്യമല്ലാതെ വേറെന്ത് പറയാനുണ്ട്? വേറൊന്നും ഞങ്ങൾക്കെതിരെ ഈ മണ്ഡലത്തിൽ എവിടെയും പറയാനില്ല. ഞങ്ങൾ നിരവധി റോഡുകൾ റബ്ബറൈസ് ചെയ്തു, വളരെ ആധുനിക രീതിയിൽ പിന്നെ നവീകരിച്ചു, നിരവധി പാലങ്ങൾ കൊണ്ടുവന്നു, സ്കൂളുകൾ, കോളേജുകൾ, അതിലൊക്കെയുള്ള പുതിയ കെട്ടിടങ്ങൾ, കുടിവെള്ള പദ്ധതി, ജലസേചന പദ്ധതി, കളിക്കളങ്ങൾ, അങ്ങനെ ചെയ്യാവുന്ന വികസനങ്ങൾ, 1000 ഗ്രാമീണ റോഡുകൾ. അങ്ങനെ വികസന രംഗത്ത് ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോലും ഞങ്ങൾക്ക് കിട്ടിയ ഫണ്ടുകൾ ഉപയോഗിച്ച് പരമാവധി വികസനം നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ വികസനത്തിൻ്റെ പോരായ്മ ഉണ്ടെന്നോ MLA കാണാനില്ലെന്നോ, അതാണ് ഏറ്റവും പ്രധാനം. ഞാനിപ്പോഴും നാട്ടുകാരോട് അതാ ചോദിക്കുന്നത്. 15 കൊല്ലമായി ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട്, നമ്മൾ ഒരുമിച്ചാണ് ജീവിക്കുന്നത്, ഓരോ സ്ഥലത്തുമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് പരിഹരിച്ചത് ആണല്ലോ. അപ്പോൾ
എവിടെയെങ്കിലും MLA കണ്ടില്ല, കിട്ടില്ല, കേൾക്കാൻ MLA ഞങ്ങളെ കേൾക്കുന്നില്ല, അതിനുള്ള അവസരമില്ല എന്നൊന്നും ഒരാൾക്കൊരു പരാതിക്ക് ഒരു അവസരം കൊടുത്തിട്ടില്ല. എല്ലാ ദിവസവും ചുരുങ്ങിയത് 2 മണിക്കൂർ മണ്ണാർക്കാടിൻ്റെ ഓഫീസിൽ ജനസമ്പർക്ക പരിപാടിയാണ്. ആൾക്കാർ കൃത്യമായിട്ട് വരുന്നു. അത് 15 കൊല്ലമായിട്ട് മുടക്കണ്ടായിട്ടില്ല. ഈ ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും. ഒന്നുകിൽ സർക്കാർ പരിപാടികൾ, MLA ഫണ്ട് പരിപാടികൾ, അല്ലെങ്കിൽ മറ്റു നിലക്കുള്ള പരിപാടികൾ, പ്രൈവറ്റ് പരിപാടികളൊക്കെ ആയിട്ട് നമ്മളുണ്ട്. ഇതല്ലാതെ വേറൊരു ഏർപ്പാടും നമുക്കില്ല. ഇതൊരു സൈഡ് ബിസിനസ് അല്ല. മറ്റുള്ള ബിസിനസ്സൊക്കെ നടത്തുന്നതിൻ്റെ ഇടയിൽ MLA പണി നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതല്ല, ഇതാണ് നമ്മുടെ ജോലി, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ ഏൽപ്പിച്ചു. അത് ഇതുവരെ അത് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ നടത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ വേറൊരു പണിക്ക് പോകുന്നില്ല. മറ്റൊരു ആരോപണം പറയുന്നത് എന്താ വെച്ചാൽ മലയോര ഹൈവേയിൽ ടാറിംഗ് നടത്താൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം ഇപ്പോൾ ശ്രമിക്കുന്നു, നിർദ്ദേശം കൊടുത്തു, ULCC ആയിട്ട് സംസാരിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. അതിൽ വാസ്തവം അതിനെന്തിനാ ഇപ്പോൾ അവരായിട്ട് നിർദ്ദേശം കൊടുക്കണം? ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. ഇവിടെ ഇതിനൊരു സംവിധാനമുണ്ട്. ഇതുവരെ ആ റോഡുമ സമരമായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് ഞങ്ങളാണ്. കോട്ടോപ്പാടം മദ്രസയുടെ അവിടെ നിന്ന്, അത് ഞാൻ എന്ന് പറയുന്നത് നിങ്ങളെ വീഡിയോസൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കി. കോട്ടോപ്പാടം മദ്രസയുടെ അവിടെ നിന്ന് അലനല്ലൂർ ക്രൗൺ വരെയുള്ള ഭാഗം, പമ്പ് വരെയുള്ള ഭാഗം 5 കിലോമീറ്റർ ടാർ ചെയ്യുമെന്നുള്ളത് എന്നോ തീരുമാനിച്ചാണ്. പിന്നെ കുറച്ച് വൈകിട്ടുണ്ട്. ഇപ്പോഴും അത് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പണിയാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. പണി ഊർജിതമായി നടക്കുമ്പോൾ അവർ കയറി അവകാശപ്പെടും. പണി ഒന്ന് മുടങ്ങിയാൽ നമ്മളെ മേലേക്ക് വരും. മനസ്സിലായില്ലേ? നടന്നതൊക്കെ പിണറായിൻ്റെ മിടുക്ക്, നടക്കാത്തതൊക്കെ MLAൻ്റെ കുഴപ്പം. ഇതാണ് ഇവിടുത്തെ പോളിസി. ഇതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം മണ്ണാർക്കാട് ജനങ്ങൾക്കുണ്ട്. മറ്റൊന്നുള്ളത്, ഇപ്പോൾ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ 2000-ന് ശേഷം ജനിച്ച കുട്ടികളുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. താങ്കൾ എല്ലാ പ്രസംഗവേദികളും, അതായത് കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്ന എല്ലാ പ്രസംഗവേദികളിലും പ്രസംഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാർവത്രികമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കുട്ടികൾ പഠനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവർക്കായിട്ട് അത്തരത്തിൽ എന്തെങ്കിലും IT മേഖലയിൽ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ട്. പുതുതായി നമുക്കിപ്പോൾ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അത് മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇതുവരെ നമ്മുടെ കാര്യമായ വർക്ക്. റോഡുകളും പാലങ്ങളും പിന്നെ സ്കൂളുകളും കെട്ടിടങ്ങളും ഒക്കെ വന്നു. ഇനി ഇപ്പോൾ നമ്മുടെ ഫ്ലെയിം പോലുള്ള പദ്ധതി, അത് കുട്ടികളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ, ഈ കാലത്തിനനുസരിച്ച് അവരുടെ കാലിബർ ഉയർത്താനുള്ള പദ്ധതികളാണ്. തീർച്ചയായും അത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാവണം. ഇവിടെ ഒരു സൈബർ പാർക്ക് നമ്മുടെ മണ്ഡലത്തിൽ വേണം, ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് വേണം. ഇതൊക്കെ ആളുകൾക്ക് ജോലി സാധ്യതയുള്ളതാണ്. ഒരു പോളിടെക്നിക്കോ എഞ്ചിനീയറിംഗ് കോളേജോ സർക്കാർ മേഖലയിൽ, പ്രൈവറ്റ് മേഖലയിൽ വരുമ്പോൾ ഒരു കാര്യമില്ല, സർക്കാർ മേഖലയിൽ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു കലാലയം ഉണ്ടാവണം. ഇതൊക്കെയാണ് ഭാവിയിൽ നമുക്ക് വെക്കാനുള്ള നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ ടൂറിസം കോറിഡോർ ശക്തിപ്പെടുത്തണം. ഇതൊക്കെയാണ് ഇനിയുള്ള കാലത്ത് നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഇവിടെ വരുന്ന എല്ലാ നേതാക്കളും പറയുന്നത് ഷംസുദ്ദീൻ മന്ത്രിയാവും എന്നുള്ളതാണ്. ഷംസുദ്ദീൻ സാർ ആഗ്രഹിക്കുന്നുണ്ടോ മന്ത്രിയാവാൻ? അല്ല, അതിപ്പോൾ എൻ്റെ പരിധിയിൽപ്പെട്ട കാര്യമല്ല. നമ്മളൊക്കെ എന്താവണം, ഏത് ചുമതല വഹിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി നേതൃത്വമാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും പാർട്ടി നേതൃത്വമാണ്. അവരെന്ത് തീരുമാനിച്ചാലും എനിക്കത് സ്വീകാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ 4ാം തവണ താങ്കളെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുമ്പോൾ ചില അസ്വാരസ്യങ്ങളെല്ലാം എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോഴതെല്ലാം പരിഹരിച്ചെങ്കിലും അത് മാനസികമായിട്ട് ഒരു തളർത്തിയിട്ടുണ്ടോ? അല്ല, ജനാധിപത്യത്തിൽ നമ്മളിതൊക്കെ പ്രതീക്ഷിക്കണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ മണ്ഡലത്തിൽ വളരെ അന്ധമായി നടക്കുന്ന, ഈ പറയുന്നവർക്ക് തന്നെ അറിയാം, വികസനത്തെക്കുറിച്ചൊക്കെ നമ്മൾ അധിക്ഷേപിച്ചുകൊണ്ട് നടക്കുന്ന ചില പ്രചരണങ്ങളൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ നമ്മൾ മാനസികമായി പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. അത് അവരുടെ ജോലിയാണ്. അവരാ ജോലി ചെയ്താലേ അവർക്ക് അവരുടെ ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിയുള്ളൂ. അപ്പോൾ അവർ നമ്മളെ തളർത്താൻ നിരന്തരം നോക്കും. അതുപോലെ തന്നെ പാർട്ടികളും മുന്നണികളൊക്കെ ആകുമ്പോൾ അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. വ്യത്യസ്തമായ അഭിപ്രായം പലർക്കും ഉണ്ടാവും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് പാർട്ടി ഒരു തീരുമാനം എടുത്താൽ എല്ലാം ഭദ്രമാണ്. ആ തീരുമാനത്തിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അത്തരം സംഗതി അതിപ്പോൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. വ്യത്യസ്ത അഭിപ്രായം എല്ലാ പാർട്ടിയിലും ഇല്ലേ? ഞങ്ങളെ പാർട്ടിയിലൊക്കെ കുറച്ചും കൂടി അത് അനുവദിച്ചു കൊടുക്കും, കേൾക്കാനും പറയാനൊക്കെ. മറ്റേത് ഇരുമ്പലൊക്കെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൽ എത്ര സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ഒരു പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അതാണ് പിന്നെ എല്ലാവരുടെയും തീരുമാനം. ആ അർത്ഥത്തിൽ തന്നെയാണ് മണ്ണാർക്കാട് മുന്നോട്ട് പോകുന്നത്. യാതൊരു വിധത്തിലുള്ള പ്രയാസമില്ല. നല്ല ആവേശത്തിൽ ഏറെ ഐക്യത്തോടു കൂടിയാണ് മണ്ണാർക്കാട്ടെ ലീഗും UDFും ഒക്കെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുമോ ഇത്തവണ? അതിലെനിക്ക് ഉറച്ച വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ അതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം ഇത്തവണ UDFിനുണ്ടാവും.
100% വിജയപ്രതീക്ഷ കൊണ്ട് അച്ചടക്കമുള്ള ഒരു പ്രചാരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, വളരെ നല്ല ആവേശം ഞങ്ങളുടെ മേഖലയിലും പൊതുവിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അങ്ങയുടെ ക്യാപ്ഷൻ തന്നെ മണ്ണാർക്കാടിൻ്റെ നന്മ ഷംസുദ്ദീൻ തുടരും എന്ന് തന്നെയാണ്. മിൽമയ്ക്ക് അത്തരത്തിലൊരു ക്യാപ്ഷൻ ഉണ്ട്, കേരളം കണി കണ്ടു ഉണരുന്ന നന്മ. അത്തരത്തിൽ മണ്ണാർക്കാട് കണി കണ്ടുവരുന്ന നന്മയാണോ? അങ്ങനെയല്ല, അതായത് നമ്മൾ ഈ 15 കൊല്ലക്കാലം ഈ മണ്ഡലത്തിന് വേണ്ടി നിരവധി നന്മകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നന്മ തുടരാൻ എന്നുള്ള ഞങ്ങളുടെ മുദ്രാവാക്യത്തോട് യോജിക്കുന്നവരുണ്ടാവും, വിയോജിക്കുന്നവരുണ്ടാവും. പക്ഷേ അതിൽ ഭൂരിപക്ഷവും യോജിക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരു ഭയാശങ്കയും ഒന്നുമില്ലാതെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ ധൈര്യത്തോടെ 4ാം വട്ടവും മണ്ണാർക്കാട് മണ്ഡലം കൈപ്പിടിയിൽ ഒടുക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് രംഗത്തേക്ക് ഇറങ്ങുന്നത്. അല്ല, അതാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ജനങ്ങളാണ് യഥാർത്ഥ യജമാനന്മാർ. ഇതെല്ലാം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിലാണ് വെക്കുന്നത്. ജനം അത് ഉൾക്കൊള്ളും, അംഗീകരിക്കും എന്ന ഉറച്ച വിശ്വാസമാണുള്ളത്. നേതാക്കൾ പ്രസംഗിക്കുമ്പോഴെല്ലാം മണ്ണാർക്കാട്ടുകാരനായ ഷംസുദ്ദീൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ മണ്ണാർക്കാടിനെ ഉപേക്ഷിച്ച് തിരൂരിലേക്ക് മടങ്ങും? അതൊരു ഊഹം നിറഞ്ഞ ചോദ്യമാണ്, അതിന് പ്രസക്തിയില്ല. പിന്നെ ഈ 10-15 കൊല്ലമായി എൻ്റെ കർമ്മഭൂമി മണ്ണാർക്കാടാണ്. അപ്പോൾ പിന്നെ അതിൽ വേറൊരു പരാമർശം നടത്തുന്നതിന് ഒരു പ്രസക്തിയുമില്ല. അങ്ങനെയാണല്ലോ ഓരോരുത്തർക്കും. പിന്നെ നമ്മളങ്ങനെ പരിശോധിച്ചാൽ കേരളത്തിൽ നിരവധി മണ്ഡലങ്ങൾ കാണാം. അപ്പോൾ ഈ പറയുന്നവർ തന്നെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ഈ പ്രയോഗം ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ കാരണം? അവരെ സ്ഥാനാർത്ഥി അങ്ങനെയായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ പരിശോധിച്ച ഒരുപാട് സംഗതിയുണ്ട്. കണ്ണൂരുള്ള പന്ന്യൻ രവീന്ദ്രനെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മത്സരിപ്പിക്കുന്ന പാർട്ടിയാണ് ഈ ജാതി വർത്തമാനം പറയുന്നത്. ഇപ്പം തന്നെ തൃശ്ശൂരുള്ള പിന്നെ ടൈസൺ മാഷാണ് എറണാകുളത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ മത്സരിക്കുന്നത്. CPM-ൽ അത് സാർവത്രികമാണ്. അച്യുതാനന്ദൻ സഖാവ് നമ്മൾ തൊട്ടടുത്തിരുന്നു ഇത്ര കാലം. എവിടുന്നാ വരുന്നത്, എവിടെ നിന്നത്? അപ്പോൾ എവിടെയാണോ അവനവൻ്റെ കർമ്മമണ്ഡലം, ചുമതലപ്പെടുത്തി കിട്ടിയ കർമ്മമണ്ഡലം, അതിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അതുപോലെ ഇത്തവണ തന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പൊന്നാനിക്കാരനാണ്. മത്സരിക്കുന്നത് എവിടെയാണ്? തൃശ്ശൂർ ടൗണിലാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാ പാർട്ടികളിലും ഉണ്ട്. എന്തിന് ഈ പറയുന്നവരുടെ നേതാവ് K. ഇസ്മായിൽ ഇവിടെ വന്നു. നിങ്ങൾ തന്നെയാണെന്നാണ് ചോദിച്ചത്. പ്രാദേശികത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ K. ഇസ്മായിലിൻ്റെ ഒരു മറുപടി ഉണ്ട്. അങ്ങനെ അസംബ്ലി തെരഞ്ഞെടുപ്പിനൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം ആലത്തൂരോ വടക്കഞ്ചേരിയുള്ള ഞാൻ 80 കിലോമീറ്റർ താണ്ടി ഒരുപാട് കാലം മത്സരിച്ചതും ജയിച്ചതും പിന്നെ പട്ടാമ്പിയാണെന്ന് ഇസ്മായിലിൻ്റെ ഒരു മറുപടി ഉണ്ട്. അത് അവരോടൊന്ന് പഠിക്കാൻ പറഞ്ഞാൽ മതി. K. ഇസ്മായിൽ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം ഇടതുപക്ഷത്തേക്കും കുറച്ച് വൈകിയാണ് തുടങ്ങിയത്. മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, അത് ഞങ്ങൾ എന്നോ അതിനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറേ ആളുകളെ ഏൽപ്പിച്ചിട്ട് അവിടെ ഇവിടെയും കുറേ ബോർഡ് കൊടുന്ന് വെച്ചുകൊണ്ടൊന്നും പിന്നെ അത് ജനങ്ങളല്ല, അത് പണിക്കാർ ചെയ്യുന്ന പണിയാണ് ഇത്. അതെ, ഞങ്ങളെ ആൾക്കാർ കൃത്യമായിട്ട് പാർട്ടി പ്രവർത്തകന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാണും.